ഹായ് ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് സ്റ്റോപ്പ് വേസ്റ്റിംഗ് യുവർ 20s. കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പോൾ എൻ്റെ mid-20s കടന്നു പോവാണ്. സോ എനിക്ക് അനുഭവമുള്ള അതുപോലെ തന്നെ അത് എൻ്റെ സൈഡിൽ നിന്ന് വന്ന മിസ്റ്റേക്സ് ഞാനിപ്പം ആ മിസ്റ്റേക്സിനെ തിരുത്തി, അതേപോലെ ഇപ്പം 20s കടന്നു പോകുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഏർലി 20s ആയിക്കോട്ടെ, മിഡ് ആയിക്കോട്ടെ, ലേറ്റ് 20s ആയിക്കോട്ടെ, കടന്നു പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. സോ വീഡിയോ ഫുള്ള് കാണുക, ദെൻ അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ഇതിനെ ഞാനൊരു കുറച്ച് റൂൾസ് ആയിട്ടാണ് തിരിച്ചേക്കുന്നത്. സോ കമ്മിങ് ടു ദ ഫസ്റ്റ് റൂൾ, കോമ്പൗണ്ടിങ് റൂൾ. കോമ്പൗണ്ടിങ് റൂൾ എന്ന് പറയുമ്പോഴത്തേനും ആ വേർഡ് പോലെ തന്നെ അത് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. ഈ കോമ്പൗണ്ടിങ് റൂൾ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യം ആക്ഷൻ ഇപ്പം എടുത്തു തുടങ്ങാം. ഓക്കെ, സ്മോൾ സ്റ്റെപ്പ് മാറ്റേഴ്സ്. അതായത് എന്തൊരു കാര്യമായിക്കോട്ടെ, അതിപ്പോൾ നമ്മുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യത്തിലായിക്കോട്ടെ, അല്ലെ നമ്മളെ തന്നെ ബിൽഡ് ചെയ്യുന്ന കാര്യത്തിലായിക്കോട്ടെ, അങ്ങനെ എവറി സ്റ്റെപ്പ് മാറ്റേഴ്സ്. ആ ഒരു പോയിന്റ് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വയ്ക്കുക. നമ്മുടെ ഈ ഒരു ഏജിലെന്ന് പറയുന്നത് നമ്മൾ കോമ്പൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്താണോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ എന്ത് സ്കില്ലാണോ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ എന്തിലാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അതാണ് ഇരട്ടി ആയിക്കൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു കാര്യം മൈൻഡിൽ വെക്കുക. നമ്മുടെ എന്ത് കാര്യത്തിലും നമ്മളിപ്പം ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതിലേക്ക് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ എടുത്തു വെക്കുക. ഓക്കെ, അപ്പം ഈ ഒരു ഏജ് എന്ന് പറയുന്ന റിസൾട്ടിനെ അല്ല ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മൾ എങ്ങനെയൊക്കെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും, നമ്മളെ എങ്ങനെയൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യമാണ് ഈ ഒരു പോയിന്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതാണ് കോമ്പൗണ്ടിങ്. നമ്മൾ ഈ ഒരു സമയത്ത് എന്ത് ചെയ്താലും, അതിപ്പം കരിയർ വൈസ് ആയിക്കോട്ടെ, പഠിത്ത കാര്യങ്ങളായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഓക്കെ, ദെൻ സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത് ടു മെനി ഡോർസ് ഓപ്പൺ. അതായത് നമുക്ക് ഈ ഒരു ഏജിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. ഇപ്പം എല്ലാവരും പറയും ഒരുപാടൊന്നും ഇല്ല, ഞാൻ പഠിച്ചിറങ്ങിയിട്ട് എനിക്ക് ജോലിയൊന്നും കിട്ടാനില്ല, അല്ലെങ്കിൽ എന്നെ അവർ സഹായിക്കാമെന്ന് പറഞ്ഞായിരുന്നു, ഇവർ ജോലി എനിക്ക് കൊണ്ടുതരുമായിരിക്കും. ഈ ഒരു എക്സ്പെക്റ്റേഷൻ വെച്ചാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നിർത്തുക. നിങ്ങൾക്ക് വേണ്ട കാര്യം നിങ്ങൾ തന്നെ ഇറങ്ങി ചെന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ അത് നിങ്ങളുടേതാവെന്ന് പറയാൻ പറ്റത്തുള്ളൂ. സോ ഒരാളും കൊണ്ടുവന്ന് തരും, അല്ലെങ്കിൽ ഒരാൾ എനിക്ക് വേണ്ടിയിട്ട് വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യും, ആ ഒരു മെൻറ്റാലിറ്റിയിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ലൈഫ് ലോങ് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. സോ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, നമ്മൾ ഒന്ന് ഇറങ്ങി നോക്കിയാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ദെൻ അവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ ഇവിടെ ഡോർ ഓപ്പൺ ആക്കാതിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ എന്താണെന്നുള്ളത് തേടി ഇറങ്ങി കണ്ടുപിടിച്ച് അവിടെ പോവുക തന്നെ വേണം. ഓക്കെ, ഈ ഒരു കാര്യം മൈൻഡിൽ വെക്കുക. ഒന്നും ഒരാളും കൊണ്ടുതരാൻ പോണില്ല. ഓക്കെ, നമുക്ക് വേണ്ടത് എന്താണ്, നമ്മുടെ ഡ്രീം എന്താണ് എന്നുള്ളതൊക്കെ നമുക്കേ അറിയത്തുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. എന്ത് ഓപ്പർച്യൂണിറ്റി ആണോ നിങ്ങൾ നോക്കുന്നത്, അത് ഇവിടെ തന്നെ ഉണ്ട്, അതിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നുള്ളത് മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടിയുള്ളൂ. ഓക്കെ, ദെൻ അതായത് ഇപ്പം നമുക്ക് എന്ത് ചെയ്യുന്നതിലൊരു ക്ലാരിറ്റി വേണം. ഓക്കെ, മോഷൻ ക്രിയേറ്റ്സ് ക്ലാരിറ്റി എന്നാണ് പറയാം. സോ ആ ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ ആ ഒരു പകുതി പ്രശ്നം മാറിക്കിട്ടും, ഈ പറഞ്ഞ ഓപ്പർച്യൂണിറ്റീസിന് ഏത് ചൂസ് ചെയ്യണം എന്നുള്ളതിൽ. ഓക്കെ, കമ്മിങ് ടു ദ തേർഡ് പോയിന്റ്, ബോറോഡ് ഡ്രീംസ് റൂൾ. ബോറോഡ് ഡ്രീംസ് റൂൾ എന്ന് പറയുമ്പോഴത്തേനും ഇപ്പം ഒരു രണ്ടുപേര്, എയും ബിയും രണ്ടുപേരുണ്ടായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും പോകേണ്ടത് രണ്ട് സ്ഥലത്തേക്കാണ്. ഓക്കെ, ഇവർ ഫ്രണ്ട്സാണ്, രണ്ട് സ്ഥലത്തേക്കുമാണ് ഇവർക്ക് പോകേണ്ടത്. ഈ എ എന്ന് പറയുന്ന വ്യക്തി ബി പോണ മാപ്പ് നോക്കി ബിയുടെ കൂടെ പോയി കഴിഞ്ഞാൽ ഈ എക്ക് പോകേണ്ട സ്ഥലത്ത് അയാൾക്ക് എത്താൻ പറ്റുമോ? ഒരിക്കലുമില്ല. അതേപോലെയാണ് ഇപ്പോൾ പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈവൻ ഒരു കോഴ്സ് എടുക്കുന്ന കാര്യത്തിലാണെങ്കിൽ പോലും എൻ്റെ ഫ്രണ്ട് ആ കോഴ്സ് എടുത്തത്, അതുകൊണ്ട് ഞാനും ആ കോഴ്സ് എടുക്കുന്നത്. അവിടെ എനിക്ക് താല്പര്യമുണ്ടോ അല്ലെ എൻ്റെ അതൊന്നും നോക്കാനില്ല, എൻ്റെ ഫ്രണ്ട് അത് ചൂസ് ചെയ്തു, സോ ഞാനും അത് ചൂസ് ചെയ്തു. നമ്മൾ ഇതേപോലെയാണ്, പലരുടെയും ഡയറക്ഷൻ തിരിഞ്ഞുള്ള പോക്കാണ് നമ്മൾ ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റാത്തത്. സോ നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കുക, ഇതെൻ്റെ ഡ്രീമാണോ, ഇതാണോ എനിക്ക് ആവശ്യം, അല്ലെ ഇതിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ? പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ ഈ കോഴ്സ് പഠിക്കുന്ന വീട്ടുകാരുടെ നിർബന്ധത്തിനാണ്, അല്ലെങ്കിൽ എനിക്ക് ഇതിനോട് താല്പര്യം, എനിക്ക് വേറൊരു മേഖലയാണ് താല്പര്യം. അങ്ങനെ എന്താണെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോയിന്റിൽ നിങ്ങൾ എന്താണോ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ പാഷന് പുറകെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ള രീതിക്ക് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. മറ്റൊരാളുടെ ഡ്രീം ഒരിക്കലും നമ്മൾ എന്താ പറയുക
ജീവിക്കാൻ പാടില്ല. നമുക്ക് എന്താണ് ഡ്രീം, നമ്മുടെ ഇത് ഗോൾ എന്താണ്, ഇതൊക്കെ സെറ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ, വേറൊരാൾ ഈവൻ എൻ്റെ അതേ ഡ്രീം ഉള്ളൊരു ഫ്രണ്ട് എനിക്ക് ഉണ്ടാവാം, പക്ഷേ ആളുടെ ഡ്രീം വെച്ചിട്ട് ആള് ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ചെയ്യണമെന്നുണ്ടോ? ഒരിക്കലും അങ്ങനെയും പാടില്ല. കാര്യം എനിക്ക് എൻ്റെതായ ഒരു രീതി ഉണ്ടാവും, ആ രീതിയിലേ പോകാൻ പാടുള്ളൂ. ആളുടേതായ രീതിയിൽ ചെയ്യുന്നുണ്ടാവുക. സോ അത് നമ്മൾ മനസ്സിലാക്കി ആ രീതിയിൽ നിൽക്കാൻ പാടുള്ളൂ. ദെൻ ഫോർത്ത് റൂൾ വന്നിട്ട് ദ ഐഡന്റിറ്റി ഓവർ ഇൻകം റൂൾ. ഈ ഒരു പ്രായത്തിൽ കൂടുതൽ ആൾക്കാരും ചോദിച്ചു വരുന്നത് എങ്ങനെ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കാം, എങ്ങനെ എത്രയും വേന്ന് റിച്ച് ആവാം, ഏറ്റവും കൂടുതൽ പൈസക്കാരി അല്ലെ പൈസക്കാരനാവുന്ന എങ്ങനെയാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ ആൾക്കാരും മനസ്സിൽ വിചാരിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്നുണ്ടാവാം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഏജിൽ വാട്ട് യു ഏൺ എന്നുള്ളത് മാറ്റർ അല്ല. ഓക്കെ, ആൻഡ് വാട്ട് യു ബിക്കം എന്നുള്ളതാണ് മാറ്റർ. അത് നിങ്ങൾ മനസ്സിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇൻകം എന്ന് പറയുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം ഏൺ ചെയ്യുന്നു എന്നുള്ളതോ ഈ ഒരു ഏജിൽ ഒട്ടും മാറ്റർ ചെയ്യുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ എന്തായി തീരുന്നു എന്നതാണ് മാറ്റർ ചെയ്യുന്ന ഒരു കാര്യം. ആൻഡ് ഇഫ് യു വോണ്ട് ടു ബിക്കം എ പേഴ്സൺ ലൈക്ക് ദാറ്റ്, ദ മണി വിൽ ഫോളോസ്. ഓക്കെ, നിങ്ങൾ എന്താണോ ആയിത്തീരേണ്ടത് ആ ഒരാളായി തീരുന്ന സമയത്ത് ഈ പറഞ്ഞ പൈസ നിങ്ങളെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേർന്നോളൂ. സോ പൈസ മാത്രം ഫോക്കസ് ചെയ്ത് ഈ ഒരു ഏജിൽ നിൽക്കാതിരിക്കുക. നിങ്ങളുടെ സ്കില്ലിലും നിങ്ങളുടെ ടാലൻറ്റിലും നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് അതിൽ ഇമ്പ്രൂവ്മെൻറ്റ് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെ എങ്ങനെയൊക്കെ എനിക്ക് പുതിയ സ്കിൽസ് അച്ചീവ് ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുക. അതേപോലെ ചെയ്യുന്ന കാര്യങ്ങൾ എന്തും ആയിക്കോട്ടെ അത് കുറച്ച് കാലം ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്യാണ്ടിരിക്കുക. അത് കണ്ടിന്യൂസ് ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. ദെൻ ഫിഫ്ത്ത് റൂൾ എന്ന് പറയുന്നത് ഹെൽത്ത് ഈസ് എ ലോങ് റൂൾ. നമുക്കറിയാം ഹെൽത്ത് ഈസ് വെൽത്ത് അങ്ങനെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മളിപ്പം 20s ഇരിക്കുന്ന കുട്ടികൾ മിക്കവരും വിചാരിക്കുന്ന ഒരു സമയമുണ്ട്, എനിക്കിപ്പോൾ ഇത്രയും പ്രായമല്ലേ ആയിട്ടുള്ളൂ, കുറച്ചും കൂടെ പ്രായം ആകുമ്പോഴത്തേനും ഞാൻ വർക്കൗട്ടിനും എക്സസൈസിനും യോഗയ്ക്കും ഒക്കെ പോവാം, എനിക്കിപ്പോൾ ആരോഗ്യമൊക്കെ ഉണ്ട്. സോ അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു രീതി ശരിയല്ല. നിങ്ങൾക്ക് എത്ര ഏജ് ആയിക്കോട്ടെ നിങ്ങൾ വർക്കൗട്ട് അല്ലെങ്കിൽ ബോഡി മൂവ് ചെയ്യണം. എല്ലാ ദിവസവും ബോഡി മൂവ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടാവണം. അത് വാട്ടെവർ, യോഗ, സൂംബ, ഇപ്പം എക്സസൈസസ് അല്ലെങ്കിൽ വർക്കൗട്ട്സ്, ജിമ്മിൽ പോകണം, എന്തും ആയിക്കോട്ടെ നിങ്ങൾക്ക് ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഹെൽത്തിനെ ഒരു സെക്കൻഡറി കാര്യമാക്കി മാറ്റി വെക്കാതെ അതിനെ പ്രയോറിറ്റി ആക്കി തന്നെ വെച്ചിട്ട് ഡെയിലി അതിന് വേണ്ടിയിട്ടുള്ള ഇൻപുട്സ് കൊടുത്തുകൊണ്ടിരിക്കുക. ഓക്കെ, നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. അതേപോലെ ഇപ്പം മെഡിറ്റേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഇതൊക്കെ നല്ല ശീലങ്ങളാണ്. മെഡിറ്റേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. സോ ഹെൽത്ത് ഇസ് എ ലോങ് റൂൾ. അതുകൊണ്ട് തന്നെ അത് പ്രയോറിറ്റി ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുക. ഓക്കെ, ദെൻ ഇൻവിസിബിൾ ഓഡിയൻസ് റൂൾ. ഇൻവിസിബിൾ ഓഡിയൻസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, നമ്മുടെ ഒരു ഏർലി 20s നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കും, അവരിത് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമായിരിക്കും, ഇവർക്ക് ഇത് ഇഷ്ടപ്പെടില്ലായിരിക്കും, ഇങ്ങനെ വല്ലവർക്കും വേണ്ടിയിട്ട് നമ്മൾ വിചാരിച്ച് വെച്ചിട്ട് ലീവ് ചെയ്യുന്നൊരു സമയമുണ്ട്. ഈ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ ഈവൻ നമ്മുടെ ബന്ധുക്കളായിക്കോട്ടെ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ട് പോണ ചില കാര്യങ്ങൾ അത് നമ്മൾ മൈൻഡിലിട്ട് നമ്മൾ ഇങ്ങനെ ആലോചിച്ചാൽ നമുക്ക് പ്രശ്നങ്ങൾ വരും. സോ ഈ ഒരു കാര്യം ആരും ഒരിക്കലും ചിന്തിക്കുന്നില്ല, നമ്മൾ അങ്ങനെ പറഞ്ഞു പോവാണ്. ഇപ്പം ഈ പലരും തന്ന ഇൻപുട്സുകൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകും. അത് ഈ പറഞ്ഞ ഇൻവിസിബിൾ ഓഡിയൻസിനെ പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതേപോലെ അവരെന്ത് പറയും ഇവരെന്ത് പറയും ആ ഒരു ഇത് കാര്യം വേണ്ട. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ വ്യക്തതയും ക്ലാരിറ്റിയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പിന്നെന്തിനാണ് ഇത് പേടിക്കുന്നത്? ഈ പറഞ്ഞ ബന്ധുക്കളാണെങ്കിൽ പോലും നമ്മുടെ ലൈഫിൽ കയറി അഭിപ്രായം പറയാനൊരു അവസരം ഉണ്ടാക്കാണ്ടിരിക്കുക. എല്ലാവരെയും ആ ഒരു ബോർഡർ ലൈനിൽ തന്നെ നിർത്തുക. ഈ ഒരു കാര്യം എപ്പോഴും മൈൻഡിലിരിക്കുക. ദെൻ റൂംസ് റൂൾ. അതായത് നമ്മുടെ കൂടെയുള്ളവർ, നമ്മുടെ സർക്കിള് ഇപ്പോൾ 5 പേരുള്ളെങ്കിൽ ആ 5 പേര് നമ്മുടെ മാത്രമായിട്ട്, അതായത് സിൻസിയർ ആയിട്ട് നിൽക്കുന്നവരാണെങ്കിൽ അത് മതി. വലിയ ഫ്രണ്ട് സർക്കിൾ വേണമെന്നൊന്നുമില്ല. നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ ആരുടെ കൂടെയാണോ അത് നമ്മളെ കൂടുതൽ അട്രാക്ട് ചെയ്യും. നമ്മളിപ്പോൾ എപ്പോഴും പാവപ്പെട്ടെന്നേ പറയുന്നില്ല, എപ്പോഴും നെഗറ്റീവ് പറയുന്ന ഒരാളുടെ കൂടെയാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നെഗറ്റീവ് ആവും. നേരെ മറിച്ച് നമ്മൾ പോസിറ്റീവായിട്ട് എപ്പോഴും നല്ല രീതിയിൽ ചിന്തിച്ച് നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെയാണെങ്കിൽ അത് അട്രാക്ട് ചെയ്യും. അതങ്ങനെയാണ്. സോ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ അല്ല നിങ്ങളുടെ കൂടെ ഉള്ളവരെ നിങ്ങൾ ആദ്യം തിരിച്ചറിയുക. അവർ ഓക്കെ ആണ്, നിങ്ങൾക്ക്
നല്ല രീതിക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അവരുടെ കൂടെ ബാക്കി കണ്ടിന്യൂ ചെയ്യുക. ഇല്ലാത്തവരെ ഞാൻ ഇന്ന് തന്നെ പോയിട്ട് റിലേഷൻ കട്ട് ചെയ്യണം, ഫ്രണ്ട്സിനെ കട്ട് ചെയ്യണം, ബന്ധുക്കളെ കട്ട് ചെയ്യണം അങ്ങനെയൊന്നുമല്ല പറയണേ. പക്ഷേ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവണം ആരെയൊക്കെ ഏത് ബൗണ്ടറി വരെ നിർത്തണം എന്നുള്ളത്. ആ ഒരു പോയിന്റ് എപ്പോഴും മൈൻഡിൽ വെക്കുക. എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുള്ളത് കൊണ്ടും അതിൽ നിന്ന് കുറേ പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ളത് കൊണ്ടുമാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. ഞാൻ ഓവറായിട്ട് ട്രസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഗ്യാങ് ഒരുപാട് ഉണ്ടായിരുന്നൊരു വ്യക്തിയായിരുന്നു. പക്ഷേ ഒരു ഏജ് എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും അതിൽ നിന്ന് കട്ട് ഡൗൺ ചെയ്ത് അത് കുറച്ച് വിരലിലുള്ളാവുന്നത്ര ആൾക്കാരായി മാറി. കാര്യം ഈ ഒരു കാര്യം എനിക്ക് മുന്നേ അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു പോയിന്റ് എത്തിയപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞ് അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാനത് ഓക്കെ ആയി. ദെൻ കമ്മിങ് ടു ദ ഫൈനൽ റൂൾ, ദ കൺസംഷൻ ട്രാപ്പ് റൂൾ. കൺസംഷൻ ട്രാപ്പ് റൂൾ എന്ന് പറയുമ്പം ഇതുപോലെ പല വീഡിയോസ് നിങ്ങൾക്ക് പല യൂട്യൂബ് ചാനലിൽ നിന്ന്, ഞാൻ ആരും മോശമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ പല ചാനലീസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. അതിന് ജസ്റ്റ് കേട്ടിട്ട് പോവാണ്ട് അല്ലെങ്കിൽ അതുപോലൊരു യൂട്യൂബർ ആവേണ്ട ആവശ്യം എനിക്കില്ല. വൈ? ബിക്കോസ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും ഒരാളുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു ചേഞ്ച് വരാൻ പറ്റുവാണെങ്കിൽ ഐ ആം ഗ്രേറ്റ്ഫുൾ. ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ വെറുതെ കേട്ടു പോവാണ്ട് ഒരാൾക്കേലും യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് ഉണ്ടെങ്കിൽ അപ്പം ആ ഒരു ട്രാപ്പിലോട്ട് നിങ്ങൾ പോകരുത്. പലരും പലത് കാര്യങ്ങളും വെറുതെ വന്നിട്ട് പറയുന്നവരുമുണ്ട്. സോ അതെല്ലാം കൂടെ കേട്ട് ഫുൾ കുഴഞ്ഞു മറിഞ്ഞ് ഏതാണ് എന്താണെന്നുള്ള ആ ഒരു ഐഡിയ ഇല്ലാണ്ട് പോകരുത്. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് എന്താണ് കൺസ്യൂം ചെയ്യേണ്ടത്, ഏത് ഐഡിയാസ് ആണ്, ഏത് ഇതാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഏജിൽ നമുക്ക് ഇൻഫ്ലുവൻസ്ഡ് ആവാനുള്ള പ്രവണത ഭയങ്കര കൂടുതലായിട്ടുള്ള ഒരു ഏജും കൂടെയാണ്. അതുകൊണ്ടുകൂടെയാണ് ഈ ഒരു കാര്യം കൂടെ റൂളായിട്ട് പറഞ്ഞത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ജസ്റ്റ് ഒന്ന് യൂസ്ഫുൾ ഒന്ന് കമൻറ്റ് ഇടുക. ജസ്റ്റ് ഒന്ന് നിങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് വേണമെങ്കിൽ പറയുക, കമൻറ്റിൽ രേഖപ്പെടുത്താം. അതുപോലെ വിമർശനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും രേഖപ്പെടുത്താം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.